അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള MA അറബിക് ഫസ്റ്റ് സെമസ്റ്ററിലെ മോഡേൺ അറബിക് പോയട്രിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഡേൺ അറബിക് പോയട്രിയുടെ യൂണിറ്റ് 1 ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സിലബസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 4 യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ യൂണിറ്റിൽ പറയുന്നത് മോഡേൺ അറബിക് പോയട്രി അല്ലെങ്കിൽ ആ നവോത്ഥാന പുതിയ ഒരു പോയട്രി ആധുനിക കാലത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ആ ഒരു വളർച്ചേനെയൊക്കെ പറ്റിയാണ് ആദ്യത്തെ യൂണിറ്റിൽ പറയുന്നത്. പിന്നീട് അങ്ങോട്ടേക്കാണ് നമുക്ക് പെർട്ടിക്കുലറായിട്ട് സെലക്ട് ചെയ്ത ഓരോരുത്തരുടെ കവിതകളും അതിൻ്റെ വിശദീകരണങ്ങളും അല്ലെങ്കിൽ കവികളെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് മോഡേൺ പോയട്രിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതെത്തിയത്, പല പല സ്കൂളുകളും മദ്ഹബുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. MA അറബിക് അതുപോലെ BA അറബിക്, BA അഫ്ളൽ ഉലമ പോലെയുള്ള ക്ലാസ്സുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ഇൻഷാ അല്ലാ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി തതവ്വുറു ഷിഅറുൽ അറബി ഫിൽ അസ്റിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ അറബി കവിതയുടെ വളർച്ച. തതവ്വുർ മാന ഡെവലപ്മെൻ്റ് ആണ്. ആദ്യമായി നെഹ്ല എന്ന് വെച്ചാൽ റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം. നമുക്ക് നോക്കാം. കാനത്തൽ ബിലാദുൽ അറബിയ ഫിൽ ഖുറൂൻ അല്ലതി സബഖത് അൽ അസ്റുൽ ഹദീസ് തഹ്തൽ ഹുക്മുൽ ഉസ്മാനി അത്തുർക്കി. അറബികളുടെ കാനത്തൽ ബിലാദുൽ അറബി, അറബ് രാഷ്ട്രം അല്ലെങ്കിൽ അറബ് നാടുകൾ ഫിൽ ഖുറൂൻ അല്ലതി സബഖത് അൽ അസ്റുൽ ഹദീസ്, ഈ ഒരു ആധുനിക കാലഘട്ടത്തിന് തൊട്ട് മുൻപുള്ള നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ അതിന് ഈ ഒരു നവോത്ഥാനം റിനൈസൻസ് നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയം അല്ലെങ്കിൽ കാലഘട്ടം, തലമുറകൾ എന്ന് പറയുന്നത് തഹ്തൽ ഹുക്മുൽ ഉസ്മാനി തുർക്കി അഥവാ ടർക്കിഷ് ഓട്ടോമൻ എംപയറിൻ്റെ അണ്ടറിലായിരുന്നു. വകാനത്ത് മുഗല്ലഖത്തുൻ അലാ നഫ്സിഹാ ഫി അക്സറുൽ മജാലാത്ത്, അതെങ്ങനെയുള്ളതായിരുന്നു? മുഗല്ലഖത്ത്, അത് സ്വയം ബന്ധിച്ചിട്ടുള്ളതായിരുന്നു. ഫി അക്സറുൽ മജാലാത്ത്, ഒരുപാട് മേഖലകളിൽ. വകാനൽ ജഹ്ലു സായിദൻ, എങ്ങും നിലനിന്നിരുന്നത് ജഹ്ലായിരുന്നു, അജ്ഞത അല്ലെങ്കിൽ വിവരമില്ലായ്മയായിരുന്നു. വലം യൂജദു തജ്ദീദ് ഫി അയ്യി മജാലിൻ ഇല്ലാ ഫി മജാലിൽ ഉലൂമുദ്ദീനിയ. വലം യൂജദു തജ്ദീദ്, നമുക്ക് എവിടെയും എന്ത് കാണാൻ കഴിയുമായിരുന്നില്ല? ഒരു പുതുമ അല്ലെങ്കിൽ ഒരു മോഡേണിറ്റി, ഒരു നവീകരണം എവിടെയും തന്നെ കാണാൻ സാധിക്കുമായിരുന്നില്ല. ഫി അയ്യി മജാൽ, ഒരു മേഖലയിലും. ഇല്ലാ ഫി മജാലിൽ ഉലൂമുദ്ദീനിയ, ദീനീപരമായ വിജ്ഞാനത്തിൻ്റെ മേഖലയിലൊഴികെ. വസ്വാറത്തൽ ബിലാദ്, അങ്ങനെ അറബ് നാട് ആയിത്തീർന്നു. കനാസിലൽ ലിദ്ദുവലി വ തുജാരിൽ ഉറൂബീന, അത് എന്തായിത്തീരുന്നു? കനാസുൽ എന്ന് വെച്ചാൽ കോൺസൽസ് എന്ന് വെച്ചാൽ വേറെ നാട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് നാട്ടിലുള്ള ആളുകൾ വന്നിട്ട് നമ്മുടെ നാട്ടിൽ അധികാരം ചെലുത്തുന്ന അല്ലെങ്കിൽ മറ്റ് നാട്ടിലെ ആ ഒരു ഗവൺമെൻറ്റൊക്കെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അധികാരമൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് കാണിക്കുന്നതിനാണ് കോൺസുലേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരായിരുന്നു എന്താണ്, അറബ് നാട്ടിൽ വന്നിട്ട് അവർ അധികാരം ചെലുപ്പിച്ചുകൊണ്ടിരുന്നു. ആരൊക്കെ? കച്ചവടക്കാർ, തുജാറുൽ ഉറൂബിയൻ, യൂറോപ്യൻ കച്ചവടക്കാരും. കാനൽ അദബുൽ അറബി റാക്കിദൻ, അപ്പോൾ അറബ് സാഹിത്യത്തിൻ്റെ ഗതി എന്തായിരുന്നു? കാനൽ അദബുൽ അറബി റാക്കിദൻ, അത് സ്തംഭിച്ച് നിൽക്കുന്ന, ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. യഹ്ലു മിനൽ ഹയാത്തി, അത് ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ജീവനുള്ള അദബല്ലായിരുന്നു. മുതകല്ലിദൻ ബിൽ അദബി വശഅരി അല്ലദി യഹ്തമു ബിൽ അബി ബിൽ അൽഫാദി വൽ അൽവാനിൽ ബദീ വഗൈറുഹ, അത് ജീവസുറ്റതായിരുന്നില്ല, മറിച്ച് എങ്ങനെയായിരുന്നു? മുതകല്ലിദൻ, അത് ഇങ്ങനെ അത് അനുകരിക്കുന്നതായിരുന്നു. ബിൽ അദബി, സാഹിത്യത്തിനെയും, വശഅരി, കവിതയും, അല്ലദി യഹ്തമു, എങ്ങനെയുള്ള കവിതയൊക്കെയാണ് അത് അനുകരിച്ചിരുന്നത്? അല്ലദി യഹ്തമു, പ്രാധാന്യം നൽകിക്കൊണ്ടിരുന്ന, ബിൽ അൽഫാലി, പദങ്ങൾക്കും, വൽ അൽവാനുൽ ബദിയൻ്റെ നിറങ്ങൾ അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള രീതിയിൽ, സാഹിത്യം എന്നല്ല ആലങ്കാരികമായിട്ടുള്ള, വൈറുഹ മിൻ സഹാരിഫ്, ആലങ്കാരികപരമായിട്ടുള്ള രീതിയിലുള്ള അദബായിരുന്നു. എന്നാൽ ജീവസുറ്റതാണോ എന്ന് ചോദിച്ചാൽ അല്ല, മറിച്ച് അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്ന. കാന ഇഹ്തിഖാഖു ശർഖി ബിൽ ഗർബി അഹമ്മു മുഖദ്ദിമാത്തുൻ നഹ്ല വ അശദ്ദഹ തഅസീറ,
ക്യാന ഇഹ്തികാഖു ഷർഖി ബിൽ ഗർബി. ഈ വെസ്റ്റേണേഴ്സിൻ്റെ ഈ ഒരു ഇടപെടൽ നമ്മൾ പറഞ്ഞു, യൂറോപ്യൻ കച്ചവടക്കാരൊക്കെ അറബ് നാട്ടിൽ വന്നിട്ട് അവരുടെ സ്വാധീനം ചെലുത്തുമായിരുന്നു എന്ന്. അത്തരത്തിൽ ഈ ഒരു രീതിയിലുള്ള വെസ്റ്റേണേഴ്സിൻ്റെ സ്വാധീനം എന്തായിത്തീർന്നു ഷെർക്കിൽ. ഷെർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ അറബ് നാട്ടിൽ മിഡിൽ ഈസ്റ്റിനൊക്കെയാണ് പറയാം. അപ്പോൾ അതെന്തായിത്തീർന്നു, അഹമ്മ മുഖദ്ദിമാത്ത്, അതൊരു വലിയ കാരണമായി തീർന്നു, അല്ലെങ്കിൽ വലിയ മുന്നേറ്റമായി തീർന്നു. നഹ്ല എന്തിന്, റിനൈസൻസിന്. അഷദ്ദഹ തഅസീറ, അത് പ്രകടമായി കൊണ്ടിട്ടുള്ള ഒരു മാറ്റം തന്നെ ഈ ഒരു കാര്യം സൃഷ്ടിച്ചു. വഖദ് ജറ ഹാദൽ ഇഹ്തിഖാഖ് ബിനൗഇൻ ഖാസ് ഫി ലബ്നാൻ വ മിസ്ർ. ഈ ഒരു ഇഹ്തിഖാഖ് അഥവാ പിടിച്ചടക്കൽ, ഈ വെസ്റ്റേണേഴ്സിൻ്റെ സ്വാധീനം പ്രധാനമായും കണ്ടുകൊണ്ടിരുന്നത് ലബനോനിലും മിസറിലുമായിരുന്നു. വലൊഹറത് മുഹാവിലാത്തു നഹ്ല അവൽ എൻഡ് സുഅമാ ദിയാന ഖാസതൻ ഫിൽ മസീഹിയ. അതുപോലെ തന്നെ ആദ്യമായി മുഹാവലാത്തു നഹ്ല, ഒരു യുഗത്തിലേക്കുള്ള ശ്രമങ്ങൾ ആദ്യമായി കണ്ടു തുടങ്ങിയത് എൻഡ് സുഅമാ ദിയാന, മതപരമായിട്ടുള്ള നേതാക്കൾക്കിടയിലാണ്. ഖാസത്തൻ, പ്രത്യേകിച്ച് ഫിൽ മസീഹിയ, ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ. ഇഹ്തഖത്ത് മിസ്ർ ബിൽ ഗറബ് ബിവാസിതത്തി ഹംലത്തി നാബിലിയൂൻ ബോണപ്പാർട്ട് സന 1798. 1798 മിസ്ർ എന്ത് ചെയ്തു, നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കീഴിലുള്ള സംഘം പിടിച്ചടക്കി. അതാണ് ആദ്യമായിട്ട് നഹ്ലത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ മൈൽ സ്റ്റോൺ അതായിരുന്നു. നഹ്ലത്തിൻ്റെ സ്റ്റാർട്ടിങ് അതാണ്. ഇത് ഈ ഒരു പാരഗ്രാഫൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നഹ്ലത്തിനെ പറ്റി ചോദിച്ചാലും, അതുപോലെ തന്നെ അറബിക് പോയട്രിയുടെ ഡെവലപ്മെൻറ്റ്, അത് കടന്നുപോയ തത്തവൂറാത്ത് അല്ലെങ്കിൽ കാലഘട്ടങ്ങളെയൊക്കെ പറ്റി ചോദിച്ചാൽ, എന്ത് തരം എസ്സേ ചോദിച്ചാലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു പാരഗ്രാഫാണ്. അപ്പോൾ ഇതൊക്കെ മാക്സിമം ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എസ്സേയിലൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. സുമ്മാത്ത മുഹമ്മദ് അലി, പിന്നീട് മുഹമ്മദ് അലി വരികയും ഫഅർസലൽ ബിഅസാതില ഉറുബ വഫതഹൽ മദാരിസുൽ കസീറ. മുഹമ്മദ് അലി വന്നിട്ട് ഒരുപാട് സംഘങ്ങളെ യൂറോപ്പിൽ അയക്കുകയും അറബ് നാട്ടിൽ എന്തു ചെയ്തു, ഫതഹൽ മദാരിസുൻ കസീറ, ഒരുപാട് സ്കൂളുകൾ ഇദ്ദേഹം ആരംഭിച്ചു. വഷജ്ജ ഹർക്കത്തുൻ നഖലി, അത് മാത്രമല്ല ഷജ്ജ, അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഹർക്കത്തുൻ നഖലി വ തിബാ വ സുഹാഫ, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ്, പ്രിൻറ്റിംഗ് മൂവ്മെൻറ്റ്, സുഹാഫ, പ്രസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് മുഹമ്മദ് അലിയാണ്. തഅദ്ദദ തവാമിലു നഹ്ലാഫിൽ ബിലാദിൽ അറബിയ, അങ്ങനെ നഹ്ലത്തിനുള്ള, നവോത്ഥാനത്തിനുള്ള കാരണങ്ങൾ എണ്ണമറ്റതായി, അല്ലെങ്കിൽ അത് കണക്കാക്കുന്നു. എന്തൊക്കെയാണ്, വമിൻ അഹമിഹ, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു പുതുയുഗത്തിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ ആണ് താഴെ പറയുന്നത്. എന്താണ്, അൽ മദാരിസ്, സ്കൂളുകൾ, അത്വിബ, പ്രസ്, അസ്വിഹാഫ, പത്രങ്ങൾ, അൽ ജംഇയ്യാത്തുൽ ഇൽമിയ വൽ അദബിയ, സാഹിത്യപരമായിട്ടുള്ള സംഘടനകൾ, അൽ മക്തബാത്ത്, ലൈബ്രറികൾ, തംസീൽ, അതുപോലെ തന്നെ അൽ ഇസ്തിഷ്റാഖ്. ഇത്രയും കാര്യങ്ങളാണ് അവാമിലു നഹ്ല. ഇതും നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഇതും മിക്കവാറും പരീക്ഷയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. മറ്റേ ആ ഒരു ഫസ്റ്റ് പാർട്ട് എയിലും വരാറുണ്ട്. ഇനി അതുപോലെ നിങ്ങൾക്ക് എസ്സേയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റിയ ഒരു പോയിൻ്റാണ്. അത്രയുമാണ് ആ ഒരു ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക്, നമ്മുടെ വിഷയം മോഡേൺ അറബിക് പോയട്രി ആണല്ലോ, ഷിയറിലേക്ക് വരാം നമുക്ക്. അഷ്യാറുൽ അറബി ഫിലാസറിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തെ അറബി കവിത. ഫി ഹദ്ദി തഅരീഫിൻ നുക്കാദി വൽ അറൂദിയീൻ അൽ അറബുൽ ഖുദ്ദാമി അഷ്യർ ഹുവ അൽ കലാമുൽ മൗസൂനുൽ മഖ്ഫി. നുക്കാദുകൾക്കിടയിൽ അഥവാ നിരൂപകർക്കിടയിലും വൽ അറൂലിയീൻ, കവിതാ സാഹിത്യകാരന്മാർക്കിടയിലുമൊക്കെ ഷിയറിൻ്റെ നിർവചനം എന്ന് പറയുന്നത് അൽ കലാമുൽ മൗസൂനുൽ മഖ്ഫി. അത് നമ്മൾ പണ്ടുമൊക്കെ പഠിച്ചിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടം മുതൽ നമുക്കറിയാം ഷിയർ എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കുന്ന നിർവചനമാണ് കലാമുൽ മൗസൂനുൽ മഖ്ഫി. അതൊരു സംസാരമാണ്. മൗസൂൻ എന്തുള്ള, വസനുകളുള്ള, മഖ്ഫി കാഫിയത്തുമൊക്കെയുള്ള, അല്ലെങ്കിൽ കൃത്യമായ വൃത്തവും പ്രാസവും ഒക്കെ ഒപ്പിച്ചുകൊണ്ടുള്ള കലാമുകൾക്കാണ് ഷിയാർ എന്ന് വിളിക്കുന്നത്. വമഅദാലിക അന്നഹും ലം യഅദ്ദു കുല്ല മൗസൂനുൻ മഖ്ഫി ഷിയറ. അതിനൊപ്പം തന്നെ പറയേണ്ട മറ്റൊന്നുണ്ട്, ഈ വൃത്തവും പ്രാസവുമുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഷിയാർ എന്ന് വിളിക്കില്ല. ബലിഷ്തറത്തൂലി ഷാരി ബാലൽ മുക്കവമാത്. പക്ഷേ എന്തുണ്ട്, ഷിയർ ആവണം എന്നുണ്ടെങ്കിൽ അതിന് ചില ഘടകങ്ങൾ, മുക്കവമാത് മീൻസ് ഘടകങ്ങളുണ്ട്.
വകാനത്ത് ഹാദിഹിൽ മുഖവ്വമാത്ത്, ഇനി ഈ ഒരു ഘടകങ്ങളായിരുന്നു മാ ഉരിഫ്തു ബി അനാസിറുൽ അദബ് ഫിൽ അസ്റുൽ ഹദീസ്. അസ്റുൽ ഹദീസിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അനാസിറുൽ അദബ്, അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഏതൊക്കെ പോലെ മിൻ ആതിഫ വ ഖയാൽ വ മഅന വ ഉസ്ലൂബ്. എന്തൊക്കെയാണ് അനാസിറുൽ അദബ്? ആതിഫത്ത് പോലെ, ആതിഫത്ത് വികാരങ്ങൾ, ഫീലിങ്സ്, വ ഖയാൽ ഭാവന പോലെ, വ മഅന ആശയം, വ ഉസ്ലൂബ് ശൈലി. ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സാഹിത്യത്തിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കവിത എന്നാണ് പറയുന്നത്. വലാക്കിന്നഹും ലം യസ്തഖ്ദമു ഹാദിഹിൽ കലിമാത്ത് ഫി തഅരീഫിഹിം. എന്നാൽ ഇതൊന്നും തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു തഅരീഫിൽ ഡെഫിനിഷൻ പറയാനായിട്ട് ഉപയോഗിക്കുന്നില്ല. വകാനത്ത് തഅരീഫാത്തുഹും ലിശ്ശഅരി ജാമിഅത്തൻ ഗൈറ മാനിയ. ഷിഅറിൻ്റെ താരീഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ജാമിയത്ത്, അത് മുഴുവനായിട്ടുള്ളതായിരുന്നു, എന്നാൽ പ്രത്യേകമായിട്ടുള്ളതായിരുന്നില്ല. അല്ലെങ്കിൽ പ്രത്യേകമായി ഇന്നത് ചെയ്യണം അങ്ങനെയല്ല അവർ താരീഫ് പറഞ്ഞിരുന്നത്, മറിച്ച് പൊതുവെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഷിഅറിൻ്റെ താരീഫ് പറഞ്ഞിട്ടുള്ളത്. അൽ മുതഅഖിറൂന മിനൽ അറബ് വലഉ ലിശ്ശഅരി താരീഫൻ ജദീദ. പിന്നീട് ചരിത്രകാരന്മാരൊക്കെ, അറബ് ചരിത്രകാരന്മാരൊക്കെ ഷിഅറിന് പുതിയ പുതിയ താരീഫാത്തുകൾ, ഡെഫിനിഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി. വമിൻഹും ഇബ്നു സീന. ഇബ്നു സീനയുടെ ഡെഫിനിഷനാണ് യഖൂലു, അദ്ദേഹം പറയുന്നു, അശ്ശിഅർ കലാമുൻ മുഖയ്യലുൻ മുഅല്ലഫു മിൻ അഖ്വാലിൻ മൗസൂന മുതസാവിയ വഇൻദൽ അറബി മിഖ്ഫാത്ത്. ഷിഅർ എന്ന് പറയുന്നത് കലാമാണ്, അത് വർത്തമാനങ്ങളാണ്, സംസാരങ്ങളാണ്. മുഖയ്യൽ ഭാവനപരമായിട്ടുള്ള, മുഅല്ലഫ് രചിക്കപ്പെട്ടതായിട്ടുള്ള, എങ്ങനെ, എവിടെ നിന്ന്? മിൻ അഖ്വാലിൻ മൗസൂന മുതസാവിയ തുല്യമായ വസനുകളുള്ള സംസാരത്തിൽ നിന്ന്. വൈന്ദൽ അറബി മിഖ്ഫാത്ത്. മിഖ്ഫാത്ത് എന്ന് വെച്ചാൽ പ്രാസം ഒപ്പിച്ചത്, അറബികൾക്കിടയിൽ അത് പ്രാസം ഒപ്പിച്ചതുമാണ്. വല അല്ല ഇബ്നു ഖൽദൂൻ വല താരീഫൻ ഷാമില ലിശ്ശഅരി ഇൻദൽ അറബ്. ഇനി ഇബ്നു ഖൽദൂൻ എന്താ പറയണേ? ഇബ്നു ഖൽദൂൻ മറ്റൊരു താരീഫ് നൽകുന്നുണ്ട്. അൽ കലാമുൽ ബലീഗുൽ മബ്നി അലൽ ഇസ്തിആറ വൽ ഔസാഫുൽ മുഫസ്സൽ ബി അജ്സാഇൻ മുത്തഫിഖ ഫിൽ വസ്നി വറവ മുസ്തഖില്ലുൻ കുല്ലു ജുസ്ഇൻ മിൻഹാ ഫി ഗർളിഹി വ മഖ്സദിഹി അമ്മാ ഖബ്ലഹു വ ബഅദഹു അൽ ജാരി അലാ അസാലീബുൽ അറബി അൽ മഖ്സൂസ. കലാമുൽ ബലീഗ്, അത് സാഹിത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥവത്തായിട്ടുള്ള ചില കലാമുകളാണ്. അൽ മബ്നി, അത് നിർണിതമാക്കപ്പെട്ടിരിക്കുന്നു. അലൽ ഇസ്തിആറ. ഇസ്തിആറ എന്ന് വെച്ചാൽ മെറ്റഫർ അഥവാ നമ്മൾ ഉപമയൊക്കെ പറയുന്നതിലൂടെ. വൽ ഔസാഫ്, വിശേഷണത്തിൽ. മുഫസ്സൽ, പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള വസ്ഫുകൾ. ബി അജ്സാഇൻ, ചില ഭാഗങ്ങളായിക്കൊണ്ട്, ജുസ്കളായിക്കൊണ്ട്. മുത്തഫിഖത്തുൻ ഫിൽ വസ്നി, എന്തിനെ യോജിച്ചുകൊണ്ട്? വസ്നിൽ യോജിച്ചുകൊണ്ട്. വ മുസ്തഖില്ലു കുല്ലു ജുസ്ഇൻ മിൻഹ, അത് സ്വതന്ത്രമാണ്. എന്നാൽ കുല്ലു ജുസ്ഉൻ മിൻഹ, അതിലെ ഓരോ ഭാഗങ്ങളും സ്വതന്ത്രമാണ്. ഫി അർളിഹി വ മഖ്സദിഹി, അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും. എങ്ങനെ? അമ്മാ ഖബ്ലഹു വ ബഅദഹു, അതിന് തൊട്ടു മുൻപുള്ളതും അതിന് ശേഷമുള്ളതും. അൽ ജാരി, തൊട്ടടുത്ത് നിൽക്കുന്ന. അലാ അസാലീബിൽ അറബി അൽ മഖ്സൂസ, അറബികളുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ശൈലിയിൽ നിന്ന്. ഇവിടെ എന്താ പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചാൽ, അറബികളുടെ കവിത നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കവിത എന്താണ്? സ്പെഷ്യലി ഒറ്റ ഒരു വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കില്ല പോകുന്നത്, മറിച്ച് പല 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 കാര്യങ്ങൾ ഒരൊറ്റ കവിതയിൽ തന്നെ അവർ പറയുന്നുണ്ടാവും. അപ്പോൾ അതാ പറയുന്നത്, ആദ്യം ഇപ്പോൾ നമ്മളൊരു വരി പറഞ്ഞു, അതിനെ അനുബന്ധിച്ചുള്ള വരി ആയിരിക്കില്ല പിന്നീട് വരുന്നത്. അതെന്താണ്? ഓരോ വരിയും സ്വതന്ത്രമാണ് എന്നാണ് പറഞ്ഞത്. അതിന് തൊട്ട് മുൻപുള്ള വരിയിൽ നിന്നും പിന്നീട് വരുന്ന വരികളിൽ നിന്നും ഓരോ വരികളും ഓരോ ഭാഗങ്ങളും സ്വതന്ത്രമാണ് എന്നാണ് ഇബ്നു ഖൽദൂന്റെ അഭിപ്രായത്തിൽ. വകാനത്ത് ഖളിയത്തു ഉമൂദു ശഅരി അസാസു ശഅറുൽ അറബി ഇൻദൽ ഖുദമാ. ഇനി അറബികൾക്കിടയിലെ അല്ലെങ്കിൽ പഴയ അറബികൾക്കിടയിൽ എന്താണ്? ഖളിയത്തുൽ ഉമൂദു ശഅരി അസാസ്, അത് ബേസിക്കലി ഉണ്ടായിരുന്ന ഒരു ബേസിക്കലി അവരെന്താണ്? ആ ഒരു അറബ് കവിതകൾ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവർ പണ്ട് മുതലേ ശീലിച്ച ആ കവിതയിൽ അവർ നിലകൊണ്ടിരുന്നു. വഷ്തറത്തു ഐ യജ്രി അശ്ശർ അല അസാലീബുൽ അറബി ഫി തഅബീരി വസ്സുയാഗ. വഷ്തറത്തു, അവർ നിബന്ധനയാക്കി, ഐ യജ്രി അശ്ശരി, കവിതയായിരിക്കണം, അല അസാലീബുൽ അറബി, അറബികളുടെ സ്റ്റൈലിൽ തന്നെയായിരിക്കണം, ഫി തഅബീരി, ആവിഷ്കരണത്തിലും, വസ്സുയാഗ, അതിൻ്റെ രൂപത്തിലും. ഫഹ്തമു, അതുപോലെ തന്നെ അവർ പ്രാധാന്യം കൽപ്പിച്ചു. ബിമാ അസറ അനിൽ അറബി വ ബിമാ ഹദ്ദത്ത് ഉസൂൽ ശഅരിഹിം അൽ ഖദീം. ബിമാ അസർ, അവരുടെ ഈ ഒരു പണ്ട് കാലം മുതലേ അവർക്ക് പാരമ്പര്യമായി വന്ന ആ ഒരു കവിതയിൽ ആ ഒരു രീതിക്ക് അവർ പ്രാധാന്യം കൽപ്പിച്ചു. എങ്ങനെയാണോ അവരുടെ പൂർവികർ കവിത എഴുതിയത് അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം എന്ന ഒരു രീതി അവർ
ഫോളോ ചെയ്തു വന്നു. വകുല്ലുമായുവായിറു ഹാദിഹിൽ മക്കായിസി, ഈ ഒരു രൂപത്തിൽ നിന്ന് അവരുടെ പൂർവികന്മാർ കൊണ്ടുവന്ന ആ ഒരു മക്കായിസ്, ആ ഒരു അളവുകോലിൽ നിന്ന് മാറ്റം വരുന്നതെല്ലാം തന്നെ യോയ്ദു ഹുറൂജനല ഷരി വാല ഉസൂലിയത്തിഹി, കവിത എന്ന ടൈറ്റിലിൻ്റെ പുറത്തേക്ക് കണക്കാക്കാൻ തുടങ്ങി. അഥവാ ആ ഒരു പൂർവികരുടെ അളവുകോലിൽ നിന്ന് മാറ്റം വരുന്നത് എന്താണോ അതൊന്നും കവിതയായിട്ട് അവർ കണക്കാക്കിയില്ല. വലിദാലിക ലം തൂജദുൽ മുർസൽ അവി ഷഅരിൽ ഹുർരി അവ കസീദത്തുൻ നസർ വഗൈറുഹാ മിൻ അഷ്കാലിൽ മൂസിഖയ ഷഅരിയ ഇൻദൽ അറബ്. അതുകൊണ്ട് തന്നെ ലം തൂജദ് നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. അൽ മുർസൽ, ഷിഅറുൽ മുർസൽ ഉണ്ടായിരുന്നില്ല, ഷിഅറുൽ ഹുർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കസീദത്തുൻ നസർ, അതുപോലെ ആധുനിക കാലഘട്ടത്ത് പിന്നീട് വന്ന കവിതയുടെ രൂപങ്ങളൊന്നും തന്നെ പണ്ട് കാലത്ത് നിലനിന്നിരുന്നില്ല. കാരണം എന്താണ്? അറബികൾ എപ്പോഴും അവരുടെ ആ ഒരു സ്റ്റൈല് ഫോളോ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ രീതിയിൽ എഴുതാത്തതൊന്നും കവിതയല്ല എന്നാണ് അവർ കണക്കാക്കിയിരുന്നത്. കമ അന്ന തജ്രിബത്തുഹും അശ്ശഅരിയ കാനത് ഖാലിയത്തൻ മിന ശഅരിൽ ഖിസസി അൽ മൽഹമി വശഅറു തംസീലി വഗൈറുഹുമ. അതുപോലെ തന്നെ പണ്ടുള്ള അറബികളുടെ കവിതാപരമായിട്ടുള്ള പരീക്ഷണങ്ങളെല്ലാം തന്നെ എന്താണ്? കാലിയായിരുന്നു. എന്തിൽ നിന്ന്? മിന ഷഅറുൽ ഖിസസി, പിന്നീടുള്ള കാലഘട്ടത്തിൽ വന്ന ഷിഅറുൽ ഖിസസിയിൽ നിന്നും, ഷിഅറുൽ മൽഹമിയിൽ നിന്നും, ഷിഅറു തംസീലിൽ നിന്നുമൊക്കെ പണ്ട് കാലത്തെ കവിതകൾ ഒഴിഞ്ഞു നിന്നിരുന്നു. വലൊല്ല ഷഅറുൽ അറബി ഫി മഅലിമത്തി ഷഅരി ഖന്നായിൻ, അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു കവിത ആയിക്കൊണ്ടേയിരുന്നു ഫി മഅലിമഹു, അധികവും ഷഅറൻ ഖന്നായി, ആ ഒരു സംഗീതാത്മകമായിട്ടുള്ള രൂപത്തിൽ തന്നെ അത് നിലകൊണ്ടിരുന്നു. വഫിൽ അസ്റിൽ ഹദീസ്, പിന്നീട് ആധുനിക കാലഘട്ടം വന്നപ്പോൾ ലൊഹറത്ത് അൽ മദാഹിബുൽ അദബിയ അൽ ഗർബിയ ഫി ഷഅറിൽ അറബി, എന്ത് സംഭവിച്ചു? ലൊഹറത്ത് മദാഹിബുൽ അദബിയ അൽ ഗർബിയ, വെസ്റ്റേണേഴ്സിൻ്റെ സാഹിത്യപരമായിട്ടുള്ള മദ്ഹബുകളൊക്കെ പ്രത്യക്ഷമാവാൻ തുടങ്ങി. എവിടെ? ഫി ഷഅറുൽ അറബി, അറബ് കവിതയിൽ. ഏതൊക്കെ പോലെ? മിസ്ലൽ ക്ലാസിക്കിസം പോലെ, വൽ റൊമാന്തിക്കിയ വൽ വാഖിഇയ വൽ റംസിയ വൽ വാഖിഇയത്തുൽ ഇഷ്തിറാക്കിയ വൽ ബാർനാസിയ വൽ ഫന്നിയ വൽ സിറിയാലിയ വൽ വുജൂദിയ വൽ ഇൽത്തിസാം വൽ ബുന്യവിയ വൽ തഫ്കീക്കിയ വഗൈറുഹാ മിനൽ മദാഹിബി വൻ നുസാത്തി. ഇതിലെ ഓരോ മദ്ഹബുകളെ പറ്റിയും ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഒന്നും തന്നെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ അതിൻ്റെ പേര് മാത്രം ജസ്റ്റ് പറഞ്ഞു പോയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ യൂറോപ്യൻസിൻ്റെ ഇടയിൽ, വെസ്റ്റേണേഴ്സിൻ്റെ ഇടയിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അത് അറബ് കവിതകളിലും പ്രത്യക്ഷമാവാൻ തുടങ്ങി. വഖദ് ലൊഹറത്ത് തഗയ്യുറാത്തുൻ ഷാമില ഫി മൂസിഖ ഷഅരി വ മദ്മൂനുഹു, അതുപോലെ തന്നെ ഇങ്ങനെ അറബ് കവിതകളിൽ അത് പ്രകടമാകാൻ തുടങ്ങി. അത് എന്ത് സംഭവിച്ചു? തഗയ്യുറാത്തുൻ ഷാമില, പൂർണ്ണമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഫി മൂസിഖ ഷഅരി, ഷഅറിൻ്റെ ഘടനയിലും വ മദ്മൂനിഹി, അതിൻ്റെ കണ്ടന്റിലും. ഫനറ ഷഅറുൽ ഉമൂദി അല്ലതി യഹ്തഫിദു അലാ ശക്ലിൽ ഖസീദത്തുൽ ഖദീമ, ഇനി നമുക്ക് ഷഅറുൽ ഉമൂദിയും കാണാൻ കഴിയും. ഏതുപോലെയുള്ള? പണ്ടത്തെ കാലത്തെ ആ ഒരു രൂപങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ആ ഒരു റൂളൊക്കെ സൂക്ഷിച്ച് എഴുതുന്ന കവിതകളും നമുക്ക് കാണാൻ സാധിക്കും. ഇലാ ജാനിബി ഷഅറുൽ മുർസൽ, ഇതിൻ്റെ ഒപ്പം തന്നെ പിന്നീട് വന്ന ഷഅറുൽ മുർസലിൻ്റെ ഒക്കെ ഒപ്പം തന്നെ. ഷഅറുൽ മുർസൽ എന്ന് വെച്ചാൽ എന്താണ്? അല്ലതി തറക മിൻഹുൽ കാഫിയ വശഅർ, ഷഅറുൽ മുർസൽ എന്ന് വെച്ചാൽ കാഫിയയെ ഒഴിവാക്കിയത്. വശഅറുൽ ഹുർ അല്ലതി യഅ്തനാ ബി തഫ്ഈല, ഷഅറുൽ ഹുർ എന്ന് വെച്ചാൽ തഫ്ഈലത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന. വയത്റുകുൽ ബഹരി വൽ കാഫിയ, എന്നാൽ ബഹറും കാഫിയത്തും അത് ഒഴിവാക്കിയതാണ്. ഹത്താ വസല ഇല ഷഅറുൽ മൻസൂർ, അത് ഏതുവരെ എത്തി? ഷഅറുൽ മൻസൂറിൽ വരെ എത്തി നിൽക്കുന്നു. അല്ലതി ലൈസ ഫീഹി വസൻ വൽ കാഫിയ വ തഫ്ഈല, അതിൽ വസനോ കാഫിയത്തോ തഫ്ഈലയോ ഒന്നും തന്നെ ഇല്ലാത്ത ഷഅറുൽ മൻസൂർ വരെ എത്തി. വമിൻ ജാനിബി ആഖിർ, അതിനൊപ്പം തന്നെ ലൊഹറഫി ഷഅറിൽ അറബി, അറബ് കവിതയിൽ കാണാൻ തുടങ്ങി. അഷ്കാലുൻ ജദീദ, പുതിയ രീതികൾ. കൽ മൽഹമ വൽ മസ്രഹിയത്തു ഷഅരിയ ഇലാഫത്തുൻ ഇലാ ഷഅറുൽ ഖന്നായി അൽ മുത്തവാരിസ്, പുതിയ രീതിയിലുള്ള നമ്മുടെ അഹമ്മദ് ഷൗക്കിയൊക്കെ കൊണ്ടുവന്ന ഷഅറു തംസീലിയെയും ഷഅറുൽ മസ്രഹിയെയും ഒക്കെ പുതുതായിട്ട് വരാൻ തുടങ്ങി. അതിനൊപ്പം തന്നെ എന്തും ഉണ്ടായിരുന്നു? പൂർവികന്മാരുടെ ഷഅറുൽ ഖന്നായി അൽ മുത്തവാരിസ് കൈമാറി വന്ന ആ ഒരു പഴയ രീതിയിലുള്ള കവിതകളും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പുതിയ കാലത്തെ കവിതകൾ വന്നപ്പോൾ പണ്ട് കാലത്തെ രീതിയിൽ കവിതകൾ എഴുതുന്നില്ല എന്നല്ല, മറിച്ച് ആ കവിതകളും ഉണ്ട്, അതിനൊപ്പം തന്നെ പുതിയ കവിതകളും ഉണ്ട് എന്നുള്ള രീതിയിൽ അറബ് കവിതാ ലോകം വളരാൻ തുടങ്ങി.
വകാനത്ത് ഹാദിഹി തത്തവുറാത്തുൻ ജാരിയ. ഇനി ഈ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു? പെട്ടെന്ന് ഒറ്റക്കാണോ കവിത വളർന്നത്? അല്ല, മറിച്ച് ജാരിയത്തുൻ അല അക്താഫ്. അക്താഫ് എന്ന് വെച്ചാൽ ഷോൾഡറിലാണ്, അല്ലെങ്കിൽ അത് ഈ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായത് ബാലൽ ജമയ്യാത്തുൽ അദബിയ ഷരിയ ഫിൽ ആലമുൽ അറബി. അറബ് ലോകത്ത് പിന്നീട് വരുന്ന ഒരുപാട് സാഹിത്യ സംഘടനകളുടെ ചിറകിലേറിയാണ് നമ്മുടെ അറബ് കവിത ഈ ഒരു മോഡേൺ വേൾഡിലേക്ക് എത്തി നിൽക്കുന്നത്. ഏതൊക്കെയാണ് ആ സംഘടനകൾ? വമിൻ അഹമിഹ, അതിൽ പ്രധാനപ്പെട്ടതാണ് ജംഇയ്യത്തു ദീവാൻ വ ജമാഅത്ത് അപ്പോളോ വ ഉസ്ബത്തുൽ അഷ്റ വ അദബുൽ മിഹ്ജർ ബിമാ ഫീഹി അറാബിതത്തുൽ കലമിയ വൽ ഉസ്ബത്തുൽ ഉന്ദുലുസിയ വ ഗൈറഹ. ഈ വക സാഹിത്യ സംഘടനകളിലൂടെയൊക്കെയാണ് അറബ് കവിത ഇന്ന് കാണുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ മോഡേൺ വേൾഡിലേക്ക് എത്തി നിൽക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഒരുപാട് മദ്ഹബുകളെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. അത് വരുന്ന വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് അറബി ബേസ്ഡ് ആയിട്ടുള്ള ഡിഗ്രി അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെയുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ നമ്മൾ വരുന്ന ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാലും മതിയാകും. അപ്പോൾ ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ.